Hey guys, welcome back to NK. സോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ ടെക്സ്റ്റ് ആനിമേഷൻ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്ത് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ഇതിലേക്ക് ഫസ്റ്റത്തെ ഒരു ലെയറിൽ മാത്രമേ എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയിലൊക്കെ നമുക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഫസ്റ്റത്തെ ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്. സോ നമുക്ക് ടെക്സ്റ്റിനായിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റിൽ വരാം. ടെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ആ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, റേഞ്ചിലേക്ക് വന്ന ശേഷം നമുക്കിവിടെ എൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ദെൻ നമ്മൾ ഇതേപോലെ രണ്ട് കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റിലും എൻഡിലും ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റിലുള്ള കീ ഫ്രെയിമിന്റെ വാല്യൂ നമ്മളൊരു 0 ആക്കിയിട്ട് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എൻഡിലിന്റെ വാല്യൂ 100% തന്നെയാണ്. സോ അത് അവിടെ കറക്റ്റായി സെറ്റ് ചെയ്യുക. നമ്മൾ താഴേക്ക് വരുമ്പോൾ വിഷ്വൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, സോ നമുക്കിത് ഈ ഒരു എഫക്റ്റ് ഇവിടെ കിട്ടും. മനസ്സിലായില്ലേ? ഈ ഒരു കളർ വരുന്ന എഫക്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. സോ നിങ്ങൾക്ക് ഏതൊരു കളറാണോ വേണ്ടത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരിക. ദെൻ നമ്മൾ അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വന്നിട്ട് ലോങ് ഷാഡോ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കുക. ലോങ് ഷാഡോ എന്ന് പറഞ്ഞ എഫക്റ്റ് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്യുക. നമ്മൾ ബാക്ക് വന്ന ശേഷം നമ്മൾ അതിന്റെ സൈസ് വന്ന് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കുറച്ച് കൊടുക്കുക. ഒരു 0.0 ഇതാ ഈ ഒരു റേഞ്ചിൽ 0.010 എന്നുള്ള ഈ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക, ലോങ് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ ബാക്ക് വരിക, നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്നിട്ട് നോർമലി നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു ഷാഡോ കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. സോ നമുക്കിതാ ഈ ഒരു എഫക്റ്റ് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. സോ ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന് ഒരു ഗ്ലോ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. നമ്മൾ എന്ത് ചെയ്യുക, ഡ്രോയിങ് ആൻഡ് എഡ്ജസിലേക്ക് വരിക. ഇവിടെ നമുക്ക് എഡ്ജ് ഗ്ലോ എഫക്റ്റ് ഉണ്ട്. സോ നിങ്ങൾ അത് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഗോഷ്യൻ ബ്ലർ ആഡ്, അതായത് ടെക്സ്റ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഗോഷ്യൻ ബ്ലർ ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇവിടെ സ്മൂത്തിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് ഇതേപോലെ ഫുൾ ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതായത് എഡ്ജ് ഗ്ലോ എന്ന് പറഞ്ഞ എഫക്റ്റിൽ തന്നെ ആ സ്മൂത്തിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്ന് ഫുൾ ആക്കി കൊടുക്കുക. നമ്മൾ താഴേക്ക് വരുമ്പോൾ ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ബ്ലർ വന്ന ഒരു 0.3 എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഇനി അഥവാ നിങ്ങൾ ഓൾറെഡി എഡ്ജ് ഗ്ലോ യൂസ് ചെയ്യുന്ന ഒരാളാണ്, എഡ്ജ് ഗ്ലോ യൂസ് ചെയ്ത് ഗ്ലോ ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ സെറ്റിംഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരാം. നമ്മൾ ആ ഒരു ഡയറക്ഷണൽ ബ്ലർ ആണ് ഇനി ആഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ ബ്ലറിൽ വന്നിട്ട് ഡയറക്ഷണൽ ബ്ലർ ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ആംഗിൾ വന്ന് നമ്മളൊരു 90 ഡിഗ്രിയിലേക്കൊക്കെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. 90 ഡിഗ്രി ആംഗിളിലാണ് ഞാനിപ്പോൾ ആ ഒരു ഡയറക്ഷണൽ ബ്ലർ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെങ്ത്തിലേക്ക് വരിക. സ്ട്രെങ്ത്തിലേക്ക് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിം വന്ന് എൻഡിലായിട്ടും സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഇതിന്റെ സെന്ററിലായിട്ട് വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. അതിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, 0ലേക്കും സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കർവ് ആഡ് ചെയ്യണം. സോ ഇവിടെ കർവ് ഓപ്ഷനിലേക്ക് വരിക. നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ രണ്ട് കീ ഫ്രെയിമിന്റെ സെന്ററിലായിട്ട് വരിക. ഇവിടെ കാണുന്ന ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഈ സെക്കൻഡ് ഓപ്ഷൻ എടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിക്ക് എന്ത് ചെയ്യുക, കർവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ദെൻ നമ്മൾ രണ്ടാമത്തെ പ്ലേസിൽ വന്നിട്ട് ഇതേപോലെ പേസ്റ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യുക. അടുത്ത ലെയറിൽ വന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ അടുത്ത ലെയറിലും വന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര ലേയേഴ്സ് ഉണ്ടോ അതിലൊക്കെ പേസ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ ആ ഒരു എഫക്ട്സ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇവിടെ വിഷ്വൽ ആട്രിബ്യൂട്ട്സ് എടുത്തിട്ട് നിങ്ങൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ രണ്ടാമത്തേതിന് ഏത് കളറാണോ കൊടുക്കുന്നത് അത് ഇവിടെ ചെയ്ത് കൊടുക്കുക. അതുപോലെ മൂന്നാമത്തേതിന് വേറെ കളറാണെങ്കിൽ വേറെ കളർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഏതൊരു കളറാണോ കൊടുക്കാൻ താല്പര്യം ആ ഒരു കളറിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.